സൗദിയിലെ ദമാമിൽ അനുമതിയില്ലാതെ പൊതുപരിപാടി സംഘടിപ്പിച്ചതിന് 5 മലയാളികളെ നാടുകടത്തി. 2 മാസം മുൻപ് പിടിയിലായ 5 പേരെയാണ് കഴിഞ്ഞ ദിവസം നാടുകടത്തലിന് വിധേയമാക്കിയത്. മതപരമായ ആഘോഷത്തിന് ചടങ്ങ് സംഘടിപ്പിച്ചവരാണ് നടപടിക്ക് വിധേയമായത്. ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയമുള്ളവരെ, ഓരോ വർഷവും നബിദിനം റബീഉൽ അവൽ മാസം വരുമ്പോൾ സൗദിയിൽ നബിദിനമുണ്ട്. അവിടെ നബിദിനം കഴിക്കാറുണ്ട്. അവിടെ ഹറം ഷെരീഫില് ഖുതുബയിൽ നബിദിനത്തിന്റെ മൗലീദ് ഓതി, ഷെയ്ഖ് സുദൈസ് ഹഫിളഹുല്ലാഹ് അദ്ദേഹം മൗലീദ് ഓതി എന്നൊക്കെ പറഞ്ഞ് മുസ്ലിയാക്കന്മാരുണ്ടാക്കുന്ന കട്ട് വീഡിയോകൾ പല ആളുകളും പ്രചരിപ്പിക്കാറുണ്ട്. എന്നാൽ ഇപ്പോ അവസാനത്തെ വർഷത്തുള്ള റബീഉൽ അവൽ മാസത്തിൽ നബിദിനം ആഘോഷിച്ച, അവിടെ സൗദിയിൽ ആഘോഷിച്ച കേരളത്തിലെ ചില മുസ്ലിയാക്കന്മാരെ ഡീപ്പോർട്ട് അടിച്ച് കേരളത്തിലേക്ക് നാട് കടത്തിയിട്ടുണ്ട്. ഈ വിവരം മുസ്ലിയാക്കന്മാർ കട്ട് വീഡിയോ ഉണ്ടാക്കി കൊടുക്കാത്തതുകൊണ്ട് അധികം ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിക്കുന്നില്ല. എന്നാൽ അവിടെയുള്ള ആളുകളും അവിടുന്ന് വന്ന ചില ആളുകളും ഇട്ട ചില മെസ്സേജുകൾ വാട്സാപ്പിൽ നമ്മൾക്ക് കാണുന്നുണ്ട്. നോക്കൂ സുഹൃത്തുക്കളെ, ഏറ്റവും വിഷമത്തോടുകൂടിയാണ് ഈ വിവരം നിങ്ങളോട് പങ്കുവെക്കുന്നത്. എല്ലാ പ്രാവശ്യവും ജയിലിൽ നിന്ന് ആളുകൾ പോകുമ്പോൾ സന്തോഷമാണ്, പക്ഷെ ഇപ്രാവശ്യം സന്തോഷമല്ല ഉണ്ടാവുക. കാരണം വളരെ വിഷമമാണ്. കാരണം അവിടെ ചില ആളുകളെ നാട് കടത്തി. എന്തിനു വേണ്ടിയിട്ടാണ്? പ്രാർത്ഥിക്കാൻ വേണ്ടി അവര് ഒരു സദസ്സിൽ ഒരുമിച്ച് കൂടിയത് വേണ്ടി. ആരോട് പ്രാർത്ഥിക്കാൻ? പ്രവാചകനോട്, മരണപ്പെട്ടു പോയ. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിക്കാത്ത പുത്തൻ ബിദ്അത്ത് ഉണ്ടാക്കി അവിടെ ചെയ്തപ്പോൾ സൗദി ഗവൺമെന്റ് ഇസ്ലാമിക ശരീഅത്ത് കോടതി പിടിക്കുകയും അവിടുന്ന് നാട് കടത്തുകയും ചെയ്തു. ഇതിനുശേഷം അവരെ സ്വീകരിക്കാൻ വന്നത്, ഹൈദരാബാദിൽ എയർപോർട്ടിൽ ഞങ്ങൾ സ്വീകരിക്കാൻ വന്നത് ആരൊക്കെയാണെന്ന് കൃത്യമായ മെസ്സേജിൽ, വേറൊരു മെസ്സേജിൽ കാണാൻ പറ്റുന്നുണ്ട്. ആരൊക്കെ? ഞങ്ങളെ മുസ്തഫ ദാരിമി പൂളപ്പാടം, സഹദ് ഫൈസി വർക്കല, സജീർ അസദി നന്നമ്പാറ, മുഹമ്മദ് അലി രാമനാട്ടുകര, ഈ വിനീതനും ദമാമിൽ നിന്ന് സുരക്ഷിതമായി സംഘടനയുടെ ഉത്തരവാദിത്തോടു കൂടി എവിടെ വന്നു ഹൈദരാബാദിലേക്ക് എത്തുകയും ഹൈദരാബാദിൽ നിന്ന് അർഷദ് വാഫി, അമ്പലക്കടവ് അമീദ് ഫൈസിയുടെ മകൻ സ്വീകരിക്കുകയൊക്കെ ചെയ്തു. ഈ ആളുകൾ പലപ്പോഴും ജനങ്ങളെ പറഞ്ഞു പറ്റിക്കാറുള്ളത്, ഇപ്പോ ഏറ്റവും കൂടുതൽ ഇസ്ലാമിന്റെ പേരിൽ കള്ളവും പറയുകയും റസൂലിന്റെ പേരിൽ കളവ് പറയുകയും സ്വപ്നകഥ പറയുകയും ചെയ്തതിനു വേണ്ടി അവര് മുളഫർ രാജാവിന്റെ അവാർഡ് കൊടുത്ത് അംഗീകരിച്ച സമസ്തയിലുള്ള പകര ഹസനി പറയുന്ന ഒരു വീഡിയോ ആദ്യം നിങ്ങളൊന്ന് കേൾക്കൂ. ഇയാൾ രാത്രി അങ്ങനെ കരഞ്ഞു കൊടുക്കുക, ഹജ്ജിന്റെ ടൈമാ. അങ്ങനെ അയാൾ കരഞ്ഞു കൊടുക്കുമ്പോൾ ജയിലിന്റെ പുറത്ത് ഷെയ്ഖുന വണ്ടി കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഷെയ്ഖുന ആ ജയിൽ തുറന്ന് ഉള്ളിൽ കയറി സലാം പറഞ്ഞെത്തിപ്പോ ഷെയ്ഖുന ജയിലിലെത്തി. സുബ്ഹാന, ജയിൽ തുറക്കാൻ കഴിയുമോ? തുറക്കാൻ പറ്റുമോ? അതൊക്കെ ചെന്ന് ചോദിച്ചു നോക്ക്. അതങ്ങനെ ഉള്ളിൽ കയറി. അപ്പോൾ നീ കരയുന്ന കേട്ട് വന്നാൽ ഞാൻ ഹജ്ജിന് വന്നതാ, വാ ഞാൻ കൈ പിടിച്ച് കൊണ്ടുവന്ന് വണ്ടി കയറ്റി നേരെ വിട്ട് ഏതൊരു സ്ഥലം പറഞ്ഞു സൗദിയിൽ, എനിക്ക് അറിഞ്ഞൂടെ, അവിടെ ആക്കി കൊടുത്തു. ഇദ്ദേഹം നാട്ടിൽ വിളിച്ച് ഷെയ്ഖുന ഭാര്യനോട് പറഞ്ഞു, ഷെയ്ഖുന അവിടെ വന്ന് എന്നെ ജയിലിനെ കൊയിച്ചിലാക്കി. ഷെയ്ഖുനാൻ്റെ അടുത്ത് അവിടെ എന്താ ഷെയ്ഖുന? ഷെയ്ഖുന എന്തപ്പോൾ ഷെയ്ഖുന കിടക്കുന്നുണ്ട്, വഴി മാറി പോയിട്ടൊന്നുമില്ല. ഇതാണ് ഷെയ്ഖുന, എന്തിനുള്ളിലും കയറും, എന്തിനും പുറത്തു പോരും. അപ്പോ സൈഖുണ ജയിലിൽ പോയി, സൈഖുണ നാട്ടിൽ തന്നെ ഉണ്ട്, പക്ഷെ അവിടെ പോയിട്ട് ജയിലിൽ നിന്ന് ഈ ആളുകളെ മോചിപ്പിച്ചു. ഷെയ്ഖുണ എന്ന് വിളിച്ചുകൊണ്ടായി ഭക്തന്മാരെ മോചിച്ചു. വല്ലേ നിലത്തൊന്നും എന്നെ വിളിപ്പോർക്ക് വായിക്കൂടെ മുമ്പ് ഉത്തരം നൽകുന്ന മൊഹീദ്ദീൻ ഷെയ്ഖും അതുപോലെ മരണപ്പെട്ട ആളുകളും അടുത്ത് തന്നെ ഉണ്ട് അവിടുന്ന് സൗദിയിൽ നിന്ന്. എന്നിട്ട് ഇവർ വിളിച്ചിട്ട് ഇവർക്ക് ഉത്തരവും കിട്ടിയില്ല. അവസാനം ജയിലിലായി നാട്ടിലേക്ക് വന്നു. ഇനി മറ്റൊരു മുസ്ലിയാരുടെ തള്ളുകൾ നിങ്ങളൊന്ന് കേട്ടു. ഈ മഹാനായ മടവൂരിനെ ഇങ്ങനെ അറിയോ എന്ന് ചോദിച്ചിട്ട് ബീരാനാജി മരിച്ചുപോയി. അദ്ദേഹത്തിനോട് പറയാണ്, ഞാൻ മക്കത്ത് സൗദി അറേബ്യയിൽ ഒരു ജയിലിൽ കുടുങ്ങിയപ്പോൾ ഞാൻ കുറച്ചല്ലാന്ന് വിഷമിച്ച് 1-2 ദിവസം ഇങ്ങനെ വിഷമിച്ച് ഞാൻ 2-ാം ദിവസവും ഞാനിങ്ങനെ ചിന്തിച്ച്, ഞാൻ എന്തിനാ ഈ ഷെയ്ഖിൻ്റെ അടുത്ത് ഇങ്ങനെ പോയത്? എൻ്റെ ഒരു ഷെയ്ഖാണല്ലത്, എപ്പോഴും മൂപ്പരായിട്ട് സീം വലിയതായിട്ട് ബന്ധപ്പെടുന്ന ആളാണ്. അയാൾ ചിന്തിച്ചോലെ എനിക്ക് ഈ മൂപ്പരൊന്ന് വിളിച്ച് പറയാലോ, എന്തെങ്കിലും തുറപടി, ഇതൊക്കെ കാണില്ല മൂപ്പര്. അങ്ങനെ ഒരൊറ്റ വിളി ഷെയ്ഖാൻ. അയാൾ ഷെയ്ഖിൻ്റെ പള്ളിൻ്റെ പടിഞ്ഞാറ് തെരുവ് നിന്നോട് പറയാ, മോനെ ഞാൻ ഈ വിളിയായിട്ട് വിളിച്ചതിന് ശേഷം നേരെ ജയിലിലേക്ക് കയറി ഇങ്ങോട്ട് വന്ന് എൻ്റെ കൈ ഇങ്ങോട്ട് പിടിച്ചു കൊണ്ടുപോയിട്ട് ഓഫീസിൽ കൊണ്ടുപോയിട്ട് കുറേ നേരം അറബിയിൽ ബഹുമാനപ്പെട്ട മടവൂർ ഓർ സംസാരിച്ച് ഇയാൾ കുറ്റവിമുക്തനാണ് എന്ന് ബോധ്യപ്പെടുത്തി അതിന്റെ കടലാസോടുകൂടി എന്നെ കൊണ്ടുവന്നിട്ട് എന്റെ റൂമിലാക്കി. പിന്നെ ഞാൻ മൂപ്പർ കാണില്ല. പിന്നെ ഇവിടുന്ന് എങ്ങനെയാ മോനെ പോയി രാവും പകലും ആടെ ഇങ്ങനെ ഉണ്ടാവും. ഇയാൾ ജയിലില് ഷെയ്ഖുണ വന്നു, മോചിപ്പിച്ചു. ഇത് വേറൊരു സ്റ്റോറി. അപ്പൊ ഇതുപോലുള്ള ഷെയ്ഖുമാർ ഇവർക്ക് ഉണ്ടായിട്ട് ഈ ആളുകൾക്ക് വിളിക്കാൻ പറ്റിയില്ല, രക്ഷപ്പെടുത്തിയിട്ടില്ല. കാരണം മരിച്ച ആളുകളെ കുറിച്ചാണ് ഇവരൊക്കെ പറയുന്നുള്ളത്. കാരണം മരിച്ച ആളോട് പിന്നെ ചോദിക്കാൻ പറ്റില്ലല്ലോ. ഇവർക്ക് മരിച്ച ആളോട് വിളിച്ച് സഹായം ചോദിക്കാം, ഉത്തരം കിട്ടുന്നൊക്കെ വാദമുണ്ട്. പക്ഷെ ഇവർക്ക് ഉത്തരം കിട്ടിയതായിട്ടൊരു തെളിവില്ല. അപ്പൊ മരിച്ച ആളെ വിളിച്ചിട്ട് എന്തും തള്ളാം. ആ തള്ളിയാൽ ഇവർ അവാർഡും കൊടുക്കും. സഹോദരങ്ങളെ, ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ആ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു, അൽഹംദുലില്ലാ. തിരിച്ചു ഒരു പുനർവിചിന്തനത്തിന് ഒരു അവസരമുണ്ട്. എന്നാൽ നാളെ പരലോക കോടതിയിലെത്തിയാൽ ചില ആളുകളെ ഹൗദുൽ കൗസർ കുടിക്കാൻ പോകുന്ന സമയത്ത് ചില ആളുകളെ നോക്കൂ, മുഖത്തും കാലിലും വെള്ള നിറമുള്ള ഒരു കുതിരയുണ്ട് ഒരാൾക്ക്. കറുത്ത കുതിരകൾക്കിടയിൽ നിന്ന് നിൽക്കുന്ന അതിനെ അയാൾ എങ്ങനെ തിരിച്ചറിയുന്നുവോ അതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനെ തിരിച്ചറിയും. അവരുടെ കയ്യിലുള്ള ഉളൂഹിന്റെ ചിഹ്നവും നിസ്കാരത്തിന്റെ ചിഹ്നവുമായിട്ട് അവരെ തിരിച്ചറിയും. ആ സമയത്ത് ചില ആളുകളെ ഇടതുഭാഗത്തേക്ക് മാറ്റി നിർത്തപ്പെടും. കൂട്ടം തെറ്റി മറ്റുള്ള ആളുകള് പാത്രത്തിൽ നിന്ന് വെള്ളം കുടിക്കാൻ പോയ ഒട്ടകത്തെ ആട്ടുന്നത് പോലെ ആട്ടി ഇടതുഭാഗത്തേക്ക് നിർത്തപ്പെടും.
അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും അവർ എന്റെ ഉമ്മത്തല്ലേ, വരട്ടെ വരട്ടെ. അപ്പോൾ നബിയോട് അറിയിക്കപ്പെടും, നബിയെ താങ്കൾക്ക് അറിയില്ല നബിയെ, താങ്കളുടെ കാലശേഷം ഈ മതത്തിൽ എന്തൊക്കെയാണ്, താങ്കളുടെ മതത്തിൽ എന്തൊക്കെയാണ് ഈ ആളുകൾ കൂട്ടിച്ചേർത്തത്. ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും സ്വഹിക്കൻ സോഖൻ ലിമൻ ഗയ്യറ ബഅദീൻ, എന്റെ കാലശേഷം എന്റെ മതത്തിൽ പുതിയതായി ഉണ്ടാക്കിയ ആളുകളെ ദൂരെ പോവാൻ. നബിയെ താങ്കൾക്കറിയില്ല ഇവരുണ്ടാക്കിയ നബിദിനം, ഇവരുണ്ടാക്കിയ മൗലൂദ്, നബിയെ അങ്ങയോട് വിളിച്ചിട്ട് ഇവർ ഇസ്തിഗാസ എന്ന രൂപത്തിൽ പ്രാർത്ഥിച്ചിരുന്നു നബിയെ, അത് ഇവർക്കറിയില്ല. ഇവർ ഉറൂസുകൾ കഴിച്ചിരുന്നു, ഇവർ മങ്കൂസ് മൗലൂദുകൾ ഓതിയിരുന്നു, ഇവർ റാത്തീബുകൾ കഴിച്ചിരുന്നു, ഇതൊന്നും താങ്കൾക്കറിയില്ല നബിയെ, പുതിയതായിട്ട് ദീനിൽ കടത്തിക്കൂട്ടി ചെയ്തൊന്നും താങ്കൾക്കറിയില്ല നബിയെ എന്ന് പറയൂ. നോക്കൂ സഹോദരങ്ങളെ, ഇന്ന് ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള ഒരു അവസരമുണ്ട്, തിരിച്ച് വിചിന്തനം നടത്താനുള്ള ഒരു അവസരമുണ്ട്. നാളെ റബ്ബിന്റെ കോടതിയിൽ എത്തിയാൽ അതിനുള്ള അവസരം ഉണ്ടാവില്ല. നരകത്തിന്റെ കാവൽക്കാരായിട്ടുള്ള മലക്കുകൾ പരുഷ സ്വഭാവിയും അതിശക്തരമായിരിക്കുമെന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അതേപോലെ തന്നെ ഷിർക്ക്, അതിലൂടെ മൗലൂദുകളിലൂടെ റാത്തിബുകളിലൂടെ മരണപ്പെട്ട ആളുകളെ വിളിച്ച് സഹായം ചോദിക്കുക എന്നുള്ള ഷിർക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അവന് ശാശ്വതമായിട്ടുള്ള നരകമായിരിക്കും, സ്വർഗം അവന് നിഷിദ്ധമായിരിക്കും, അള്ളാഹു ഒരിക്കലും പുറത്തു തരില്ല എന്നുള്ള പാപം. ഒന്ന് ചിന്തിക്കൂ സഹോദരങ്ങളെ, ഈ മുസ്ലിയാക്കന്മാർ നിങ്ങളെ പറ്റിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാനും സത്യം ഉൾക്കൊള്ളുവാനും പരിപൂർണ്ണ മുസ്ലിമായി ജീവിക്കാനുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തർക്കും നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചടങ്ങ് സംഘടിപ്പിച്ച 5 പേരുടെ കേസ്, ദമാമിലുള്ള കേസിൽ എംബസി എന്നെ ചുമതലപ്പെടുത്തിയിരുന്നു. ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രാവശ്യം ഞാൻ പോലീസ് സ്റ്റേഷനിലും ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിലും നിയാബ ജയിലിലും ഒക്കെ പോയിട്ടുണ്ട്, കുറേ ഫോളോ അപ്പ് നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു ഗവൺമെൻറ്റിൻ്റെ നിരോധിക്കപ്പെട്ട ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ആ കാര്യത്തിൽ ഇടപെടാനായിട്ട് കഴിഞ്ഞില്ല. പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ പാലിക്കേണ്ട നിയമപരമായ എല്ലാ മാനദണ്ഡങ്ങളും കൃത്യമായി പാലിക്കാൻ പ്രവാസികളായ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് സാമൂഹ്യ രംഗത്തുള്ളവർ ഉണർത്തുന്നു. ഇതുപോലുള്ള പ്രോഗ്രാമിന്, അതായത് മതപരവും രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു പരിപാടിക്കും സൗദി അറേബ്യയിൽ ഒരു അംഗീകാരവും അതോറിറ്റി നൽകിയിട്ടുമില്ല. അതൊക്കെ മൗനസമ്മതമായ പല സംഗതികളും നടക്കുന്നുണ്ടെങ്കിലും നമ്മുടെ കലാ സാംസ്കാരിക പരിപാടികൾക്ക് ഇവിടെ അനുവാദമുണ്ട്. അതിന് തന്നെ കൃത്യമായ അതാത് അതോറിറ്റികളിൽ നിന്ന് പെർമിഷൻ വാങ്ങിയിട്ട് വേണം നമ്മൾ ഈ പ്രോഗ്രാം നടത്തുവാനും ആൾക്കൂട്ടങ്ങൾ സംഘടിപ്പിക്കാനും പാടുള്ളൂ എന്നുള്ള വലിയൊരു സന്ദേശമാണ് നമ്മൾക്ക് ഈ അറസ്റ്റും അതുപോലെ തന്നെ നാടുകടത്തലുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. മന്ത്രാലയ അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ അവഗണിച്ചും ഇത്തരത്തിൽ പരിപാടികൾ സംഘടിപ്പിക്കുന്നവർക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണ് നാടുകടത്തൽ സംഭവമെന്ന് സാമൂഹ്യ രംഗത്തുള്ളവർ അഭിപ്രായപ്പെട്ടു. മീഡിയ